ഓക്കെ ബ്രോ, ബാജി ഉണ്ടാക്കും. പിന്നെന്താ നമുക്ക് ഉണ്ടാക്കാലോ. അങ്ങനെ നമുക്ക് സിമ്പിൾ ആയുള്ള ഒനിയൻ ബാജി ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കിയാലോ. വയോ. ആദ്യം തന്നെ 4 ഉള്ളിയും കൊണ്ട് എടുത്തിട്ട് ചോപ്പ് 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 ചെയ്തിട്ട് നേരെ ഒരു ബോളേയും കൊണ്ട് ഇട്ടോ. 3-4 വെളുത്തുള്ളി എടുക്കുക, അതുകൊണ്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ അതിലേക്ക് ഇടുക. കുനുകുന ചോപ്പ് ചെയ്ത് ഇഞ്ചി, കുനുകുന ചോപ്പ് ചെയ്ത് പച്ചമുളക്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, 1 കപ്പ് ചിക്ക് പീ ഫ്ലേവർ ഓർ ബേസൻ ഓർ കടലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ആൻഡ് സ്ക്വീസ് ഓഫ് ലെമൺ. അതായത് കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെയും കുഴക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെയും കുഴക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെയും കുഴക്കുക. അങ്ങനെ കുറച്ച് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഇതേപോലെ അങ്ങോട്ട് ആക്കി എടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് കൈ കൊണ്ട് ഇതേപോലെ ചെറിയൊരു പീടിയ കൊണ്ട് എടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ ഇതിനെ കൂടെ നേരെ കൊണ്ട് ഡീപ് ഫ്രൈ ചെയ്ത് കൊണ്ട് എടുക്കുക. സാധനം കണ്ടില്ലേ? നല്ല ഗോൾഡൻ ബ്രൗൺ ആയില്ലേ? എന്നിട്ട് നേരെ കൊണ്ട് ഒരു വയർ റാക്കിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ പേപ്പറിലോ എന്തെങ്കിലും അങ്ങോട്ട് കോരി അങ്ങോട്ട് ഇടുക, എണ്ണ കൊണ്ട് മാറ്റട്ടെ. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. അതായത് മിക്സിന്റെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനല, കാഷ്യൂ നട്ട്സ് ഓർ അണ്ടിപ്പരിപ്പ്, കുറച്ച് ചെറിയ ജീരകപ്പൊടി, കുറച്ച് വെള്ളം വെച്ചിട്ട് 4 അടിച്ചുകൊണ്ട് പീസ് വയ്ക്കും. ഒരു സാധനം മറന്നായി, ഉപ്പിടാൻ മറന്നായി ഗൈസ്. തുറക, ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ അടിച്ചുകൊണ്ട് പേസ്റ്റ് ആക്കുക. നേരെ ഒരു ബോളിലേക്ക് കൊണ്ട് വെച്ചു. പിന്നെയും അതിലേക്ക് യോഗട്ട് അല്ലെങ്കിൽ തൈര് നല്ലോണം കൂടെ ഇളക്കി സെറ്റ് ആക്കുക. ആൻഡ് ഫൈനലി സ്ക്വീസ് ഓഫ് ലെമൺ. ഇളക്കി കൊണ്ട് മാറ്റി കൊണ്ട് നമ്മൾ ബാജി കൊണ്ട് കൂടിയിടുക. കണ്ടില്ല അതിന്റെ പാറ്റേൺ എന്താ പൊളി. നമ്മൾ ഗ്രീൻ ചട്നിയിൽ ഒരു ഡിപ്പം കൊണ്ട് ഡിപ്പ് ചെയ്തിട്ട് ഒറ്റ പിടുത്തം കൊണ്ട് പൊട്ടിച്ചോണ്ടല്ലോ. സ്വർഗം. നമ്മൾ ഒനിയൻ ബാജിന്റെ റെസിപ്പി. ഇത് പൊളി സാധനമാണ്, അടിപൊളി സാധനമാണ്. അപ്പൊ ഈ റെസിപ്പി ട്രൈ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ ഗൈസ്, ഓക്കെ ബൈ.